ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കർണാടകയിലെ ഉടുപ്പി, മാംഗ്ലൂർ, കുന്താപുര സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. പണ്ട് കാലം മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ഹെൽത്തിയുമാണിത്. നമുക്ക് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെയൊക്കെ ഇതിന് കൊട്ട ഇഡ്ഡലി എന്നാണ് പറയുന്നത്. കൊങ്ങിണി ബ്രാഹ്മിൻസിൻ്റെയൊക്കെ വീട്ടിൽ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട്. ഞാനിപ്പം ഇതിന് കോമ്പിനേഷനായിട്ട് അടിപൊളി ഒരു സാമ്പാറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ ഏതാണെങ്കിലും ആകും. ഞാനിപ്പം 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു ബൗളിലേക്ക് ഉഴുന്ന് എടുക്കണം. 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ്, സെയിം അതേ കപ്പിന് തന്നെ 1/2 കപ്പ് ഉഴുന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഉലുവായും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചരി നന്നായിട്ട് കഴുകി വേറെ നമ്മൾ കുതിർക്കാനിടണം. അതുപോലെ ഉഴുന്നും ഉലുവയും കഴുകി വേറെ നമ്മളിത് കുതിർക്കാൻ വെക്കണം. ഇനി ആ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള കൊട്ട നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ പ്ലാവിൻ്റെ ഇലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാവിൻ്റെ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് നമുക്ക് വേണ്ടത് ഈർക്കിൽ. നല്ല ഈർക്കിലെടുത്തിട്ട് ഇതുപോലെ 4 പ്ലാവിൻ്റെ ഇല ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് മംഗലാപുരം, ഉടുപ്പിയിലൊക്കെ വളരെ ഫേമസ് ആണ്. ഇപ്പോൾ റോഡ് അരികിലൊക്കെ ഇതുപോലെ കൊട്ട ഉണ്ടാക്കി ആൾക്കാർ വിൽക്കുന്നുണ്ടാകും. നമുക്കത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. സാധാരണ ചിലരൊക്കെ അധികം ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാക്കും. ഇതുപോലെ 4 ഇല എടുത്തിട്ട് ഒരു ഈർക്കിലി കുത്തി കൊടുത്തിട്ട് ഇത് കണ്ടോ, ഒരു ഭാഗം മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇത് ഈർക്കിൽ ഇതുപോലെ നമ്മൾ ഈർക്കിൽ കുത്തിക്കൊടുക്കും. അതുപോലെ തന്നെ മേലെ ഈ രീതിയിൽ തന്നെ നമ്മൾ ഇതൊരു ഇഡ്ഡലി ബൗളാക്കി എടുക്കുവാണ്. നല്ല ഹെൽത്തിയാണ് ഇത് കഴിക്കാനും. പഴയ കാലത്തൊക്കെ ഈ കർണാടകയിലൊക്കെ ഇഡ്ഡലി എല്ലാവരും ഇതുപോലെയായിരുന്നു വെച്ചോണ്ട്. ഇപ്പോൾ കൃഷ്ണാഷ്ടമിയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിലൊരു സ്പെഷ്യൽ പലഹാരമാണ് ഇങ്ങനെ കൊട്ട ഇഡ്ഡലി. ഇത് കണ്ടോ, ഇതുപോലെ ഇത് മടക്കി നമ്മളൊരു ഇഡ്ഡലി ഒഴിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ആക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ. എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മാവ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് മാവ് ഒരു തരി പോലും പുറത്ത് ലീക്കാകാൻ പാടില്ല. ഇനി ലാസ്റ്റ് ഇതുപോലെ മടക്കി ഈർക്കിലി ഒന്ന് കോർത്തെടുത്താൽ മതി. ഇതുപോലെ റെഡിയായി. ഇതുപോലെ ആക്കിയെടുത്ത ഒരു തരി മാവ് പോലും പുറത്ത് പോവുകയില്ല. ഇനി ഈ മേൽഭാഗം ഒന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്രിക കൊണ്ട് ആ മേൽഭാഗം എല്ലാം കട്ട് ചെയ്ത് ഒരേ ഷേപ്പിലാക്കി എടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൊട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനിവിടെയൊക്കെ പറയുന്നത് കൊട്ടയെന്നാണ്. ഇനിയിപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ഇതുപോലെ കൊട്ടയെല്ലാം റെഡിയാക്കി വെക്കണം. ഇപ്പം ഉഴുന്നും അരിയൊക്കെ ഞാൻ കുതിർക്കാൻ 5 മണിക്കൂർ കുതിർക്കാനിട്ടായിരുന്നു. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉഴുന്നും ഉലുവയും നമ്മൾ ആദ്യമേ തന്നെ അരച്ചെടുക്കണം. ഒന്നിച്ചിട്ട് അരയ്ക്കരുത്. ഉഴുന്നും ഉലുവായും നല്ല നൈസായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ എത്ര നൈസായിട്ട് അരയ്ക്കാൻ പറ്റുന്നോ അത്രയും നൈസായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം അധികം ആകാൻ പാടില്ല. ഇനി ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂണ് ചോറും കൂടെ ഇട്ട് കൊടുക്കണം. ചോറ് അധികം ഇടണ്ട. അധികം ഇട്ടാൽ നമുക്ക് മാവിന് പുളി അധികമാകും. അത് കാരണം 2 സ്പൂണ് മാത്രം ചോറിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നൈസായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പം ഉഴുന്നും ചോറും ഉലുവയും അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. എന്നാലേ നമ്മൾ മാവ് നന്നായിട്ടത് പൊങ്ങത്തുള്ളൂ. ഇനി നമ്മൾ അരി വേറെയാണ് അരയ്ക്കുന്നത്. അരി ഉഴുന്നിൻ്റെ കൂടെ അല്ല അരയ്ക്കുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഈ ഉഴുന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മിക്സി ജാറിൽ തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ച ഉഴുന്നെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ മിക്സി ജാറിലേക്ക് തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയെ അരച്ചെടുക്കുന്നുണ്ട്. അരിയും കുറച്ച്
കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. അധികം വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇപ്പം കേട്ടോ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നിലേക്ക് ഇത് ചേർത്തു. ഞാനിപ്പോൾ ഒരു 2-3 ബാച്ചായിട്ടാണ് അരി അരച്ചത്. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരി ഉണ്ടാവണം. തരി ആയിട്ടാണ് നമ്മൾ അരി അരയ്ക്കുന്നത്. അരി നൈസായിട്ട് അരയ്ക്കരുത്. കുറച്ചൊരു റവ പരുവത്തിലൊക്കെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സിയിൽ ജാറൊക്കെ കഴുകി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടുക. ഇനി ഇത് കവർ ചെയ്ത് നമ്മൾ ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. നമുക്ക് രാവിലെ 6 മണിക്കാണ് ഞാനിതിപ്പം ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുളിച്ച മാവ് നമ്മൾ അധികം നേരം ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്യരുത്. ലൈറ്റായിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പൊങ്ങി വന്ന മാവ് കുറച്ചുകൂടെ അങ്ങ് താന്നു പോകും. അപ്പം ഇഡ്ഡലിയൊക്കെ അത്ര സോഫ്റ്റായിട്ട് വരത്തില്ല. ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഒത്തിരി ഹാർഡായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ കവർ ചെയ്ത് ഒരു 5-10 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി കുറച്ചുകൂടെ ഒരു സോഫ്റ്റാകും. ആ നേരം കൊണ്ട് നമുക്ക് ഒരു സ്റ്റീമറോ ഇഡ്ഡലി പാത്രമോ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൊട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെയല്ല ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു തവി കൊണ്ടാണ് ഒഴിക്കുന്നത്. ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു കപ്പിലോ എന്തിലേലും മാവ് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു അര ഭാഗത്തോളം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മളിതിനെ വേവിക്കണം. ഇതിപ്പം കണ്ടപ്പോൾ ഞാൻ മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് വേവാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇപ്പം നമ്മളുടെ കൊട്ട ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നമ്മുടെ ആ പ്ലാവലയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു കുറച്ച് ആറിക്കഴിയുമ്പം ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്മെല്ല്, ആ പ്ലാവലയുടെയൊക്കെ ഒരു സ്മെല്ല്. നമ്മൾ ആ ഇഡ്ഡലി ബാറ്ററാണല്ലോ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ കാണാനും നല്ലൊരു സ്റ്റൈലായിട്ടുണ്ട്. ഇത് നമ്മളിനി കഴിക്കാൻ നേരത്ത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ആ ഈർക്കിലി ഉണ്ടല്ലോ അതെല്ലാം ഇതുപോലെ എടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്തെടുത്താണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. കണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണ്. നല്ല സ്മെല്ലുമാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റാണിത്. നമ്മളുടെ ഇഡ്ഡലിയേക്കാളും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് നല്ല ചമ്മന്തി സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.